പ്രിയ സുഹൃത്തുക്കളെ സഹൃദരെ നമസ്കാരമുണ്ട്. എന്നാൽ ലൈവ് ഒക്കെ ഓഫ് ചെയ്തിട്ട് സമാധാനമായിട്ടൊന്ന് ഇരിക്കാന്ന് കരുതിയപ്പോഴാണ് എന്തിന് പറയണത്. എന്റെ പൊന്നളിയ, വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. രാവിലെ ഇതുപോലെ 1.5 മണിക്കൂർ ഞങ്ങളുടെ കളഞ്ഞു. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. അല്ലേ അളിയ? ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. ആ യാത്രക്കിടയിൽ ഇങ്ങനെ ട്രാഫിക് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ നമുക്ക്? ഓരോ വണ്ടിക്കാർ അതാണ് പിള്ളേർക്കൊക്കെ ലൈവ് പിള്ളേർ അതാണ്. അപ്പൊ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ട്രാഫിക്. കാലടിയിൽ നിന്നുള്ള കാഴ്ചയാണ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഈ ട്രാഫിക്, അല്ലേ? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഈ ട്രാഫിക്. അപ്പൊ എങ്ങോട്ട് പോവാ ചേട്ടൻ? എരുമേലിക്ക് പോവാണ്. അപ്പൊ ഈ ട്രാഫിക്കിനെ പറ്റി 2 വാക്ക് പറയും. കിലോമീറ്റർ മണിക്കൂറുകൾ നമ്മൾ കിടക്കല്ലേ? ഇപ്പൊ എത്ര നേരം ഇപ്പൊ കിടക്കുന്നു? നിന്റെ ക്ലച്ച് കഴിഞ്ഞോ? നിന്റെ കാല് കഴിഞ്ഞോ? കാല് കഴിഞ്ഞു. അപ്പൊ വയറും. അപ്പൊ വിശന്നിട്ട് പൊരിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആത്മാക്കൾ ഈ വണ്ടിയിൽ ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതി വേണം ഇതിന്റെ ഇവിടെ ഭരിക്കുന്ന ചേട്ടന്മാർ. വർഷങ്ങളായി ഈ റോഡിന് വീതി കൂട്ടിയായിരുന്നെങ്കിൽ, അല്ലെ ഈ പാലത്തിന് വീതി ശരിയല്ലേ? പാലത്തിന്റെ ആണോ വിഷയം, അതോ മൊത്തത്തിൽ വിഷയമാണോ? മൊത്തം ഫുൾ കോൺട്രയാണ്. ഫുൾ കോൺട്രയാണ് അളിയാ സംഭവം. അപ്പൊ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യവും കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങൾ അവിടെ പവർ എടുത്തിരിക്കുകയാണ്. ഫുൾ പവറിലാണ്, കണ്ടല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്മുടെ റോബിൻ വണ്ടിയുടെ യാത്രയുടെ ഇടയിലെ ചില തടസ്സങ്ങളെ പറ്റിയാണ്. ഞങ്ങൾക്ക് 1.5 മണിക്കൂർ അങ്ങോട്ടും അപ്പോ 1.5 മണിക്കൂർ അങ്ങോട്ടും 1.5 മണിക്കൂർ ഇങ്ങോട്ടുമുള്ള ആ 3 മണിക്കൂർ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. പിന്നെ സാറന്മാരുടെ ഇടയിൽ ഓരോരോ പുഷ്പങ്ങൾ വരുന്നുണ്ടല്ലോ, പുഷ്പാർച്ചന. അപ്പോ മണി വീഴുന്ന സാറന്മാരുടെ പുഷ്പാർച്ചന, അമ്പലത്തിലെ അവരുടെ പ്രത്യേക തരത്തിലെ പുഷ്പാർച്ചനയും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും വാഴപ്പള്ളി കഴിച്ചക ഓയ് കഴിച്ചക 2 കിലോ കഴിച്ചൊക്കെ എടുത്തേ. നിങ്ങളാ മണി വീഴുന്ന സാറന്മാർക്ക് കൊടുക്കുന്ന സാധനം ഞങ്ങൾക്ക് തന്നാ മതി. ഞങ്ങളുടെ വഴിയത്തെങ്കിലും വെട്ടി പിടിക്കട്ടെ. 2 ദിവസമായി കണ്ടിന്യൂസ് ഉറക്കമില്ലാതെ ഇങ്ങനെ ഓടുന്നു. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. കണ്ടില്ലേ അവിടെ ചുമന്ന അതായത് ചുമനയും നീലയുള്ള കത്തുന്ന സാധനം ആ സാർമാരുണ്ടോ? അത് ആംബുലൻസാ. ശരി, ഞാൻ ഓർത്തു കൊതിപ്പിച്ചു നമ്മുടെ പോലീസ് സാർമാരായിരിക്കുന്ന കരുതിയത്. അപ്പൊ എന്തായാലും പുതിയ പാലം പണി ഫാസ്റ്റായി നടക്കുന്നു. എന്റെ പൊന്നളിയ, എത്ര വർഷമായി അളിയ. വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട്. ഇവിടെ ഒരു MLA മന്ത്രിയോ ഒക്കെ ആണെങ്കിൽ അവരിപ്പോ ട്രാഫിക് നിരപ്പാക്കി അവരവരുടെ വഴിക്കോ, അല്ലയോ അളിയ? നമ്മളെ സാധാരണപ്പെട്ടവരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. എത്ര വർഷമായി പിള്ളേർ പവറാണ്. എന്നെ കൊണ്ട് വീഡിയോ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. പിള്ളേർ ഇങ്ങനെ പവറാക്കിയിരിക്കുകയാണ്. അപ്പൊ ആ സാധാരണപ്പെട്ടതായിട്ടുള്ള കുഞ്ഞുങ്ങളല്ല ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് ലോട്ടറി കടയിലെ ചേട്ടൻ വരെ കഷ്ടപ്പെടുന്നത്, അല്ലേ? ഹോണില്ല അതാണ് കണ്ടില്ലേ? എത്ര മണിക്കൂറാണ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഈ ട്രാഫിക്കിനെ പറ്റി കുഞ്ഞുങ്ങളോട് 2 വാക്ക് ചോദിച്ചാലോ? ഇറങ്ങിപ്പോയി. അത് തന്നെ എന്റെ ഫോണൊക്കെ വിളിപ്പുണ്ട്. നോക്കി ഇനിയും നോക്കണം കേട്ടോ. പിള്ളേരോട് ചോദിക്കാം. അല്ലതാ ഇത് ഗ്രാഫിക് ഫോൺ. അപ്പൊ ചെറിയ സ്പീഡ് തുടങ്ങി കേട്ടോ. സ്പീഡ് തുടങ്ങി ഇപ്പൊ. കണ്ടല്ലേ ഈ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണല്ലേ. അപ്പൊ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ വണ്ടി വിട്ടുപോയി, ഞാൻ ഞൊണ്ടി അവിടെ നിൽക്കും. വേണ്ട നാളെ വരുമ്പോ അയ്യോ ഒരു ദയം ദാശിനി. അപ്പൊ എന്തായാലും അങ്ങനെ അപ്പൊ നാളെ നമ്മുടെ കലാപരിപാടികൾ നാളെ ഉണ്ടാകുന്നതാണ്. അപ്പൊ രാവിലെ നിങ്ങൾ വരിക. 5 മണിയാകുമ്പോ ഞാൻ 10 സ്റ്റാൻഡിൽ കാണും. നാളെയും നമ്മൾ തകർക്കും. നാളെയും എന്ത് ചെയ്യാനാ? നമ്മളെ എന്തായാലും എന്നെ പെടുത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഇതിന് നേരെയാക്കും, അല്ലെ ഞാൻ അമ്മാര് നന്നാകണം, അല്ലെ ഞാൻ നന്നാകണം. എന്നെ പിടിച്ചകത്താക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. ഭീഷണി ഒരു പുറയെന്ന് എന്നെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു പുതിയ സാറ് അന്ന് ഉണ്ടായിരുന്നല്ലോ. ആ 3 സാറുമാരിലെ ഒരു സാറിന്റെ പേരൊന്നും പറയുന്നില്ല, ചിലപ്പോ സാറിന് അങ്ങ് പിടിച്ചാലോ. അപ്പോ സാറിന് പറഞ്ഞത് എന്റെ ജാതകം മൊത്തം അറിയാന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ഞാൻ തീരുമാനിച്ചു. ടൂട്ടു സൈലന്റ് ആയിരുന്നു കേട്ടോ. ടൂട്ടു പറഞ്ഞത് എനിക്ക് ആരെയും പേടിയില്ല എന്നാണ് പറഞ്ഞത്. ടൂട്ടുവിന് പേടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനും പേടിയില്ല. ഞങ്ങൾക്ക് പാലൊന്നും ഇല്ല. ടൂട്ടു ഇതിനകത്ത് വന്നതിന് ശേഷമാണ് ടൂട്ടു ഇതിനകത്ത് വലിയ ആളായത്.
പക്ഷെ നമ്മൾ അതിന് മുന്നേ ആളുകളാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കിടപ്പ് കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഭയങ്കര സങ്കടം തോന്നി. ഈ കിടപ്പ് ഒരു വല്ലാത്ത കിടപ്പാണ്. എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ, ആര് കേൾക്കാനാ? ഇവിടെ ഒരു ഫ്ലൈഓവറൊക്കെ പണിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അല്ലേ, എന്തുമാത്രം വികസനം നടക്കുന്ന സ്ഥലമാണ്. ഇത്രയും ഫാക്ടറികളും ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങളും ഉള്ള ഒരു പ്രദേശത്ത് ഒരു ഫ്ലൈ ഓവർ പണിഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൈ ഓവറിന്റെ കാര്യമൊന്നും പറയണ്ട. പത്തനംതിട്ട തന്നെ കോഴഞ്ചേരിയിലൊരു ഫ്ലൈ ഓവർ, പത്തനംതിട്ട ടൗണിലൊരു ഫ്ലൈ ഓവർ, പിന്നെ റാന്നിയിലൊരു ഫ്ലൈ ഓവർ, ഇപ്പുറത്തൊരു ഫ്ലൈ ഓവർ, പിന്നെ പൊതമണ്ണൊരു ഫ്ലൈ ഓവർ, അങ്ങനെ ഒരുപാട് ഫ്ലൈ ഓവറുകൾ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. നീ എന്ത് ഈ കാല് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ പോയി? എന്തായാലും നമ്മൾ വികസന വിരോധിയൊന്നുമല്ല. നമ്മുടെ സാഹചര്യം മനുഷ്യൻ വിഷമിക്കുന്നതിന്റെ ഒരു അവസ്ഥകൾ പറഞ്ഞതാണ്. ഒന്നും തോന്നരുത്. അവിടെ സാറുമാരുണ്ടായിരുന്നല്ലേ? സാറുമാര് പോരാ സാറിന് എനിക്ക് തോന്നുന്നു ശമ്പളം കുറവാന്ന് തോന്നുന്നു. ഏത് ക്രിസ്മസ് ആയോട്ടെ ശമ്പളം കൊടുത്തില്ലടോ പോയി. ഒരിക്കലും നടക്കാത്ത സ്വപ്നം. എന്റെ പൊന്നളിയ, എന്തോ സ്വപ്നത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരളിയൻ. എന്റെ പൊന്നളിയ, ബെസ്റ്റ് വിഷസ് റോബിൻ. റോബിൻ ഇരിക്കട്ടെ, ഒരു ബെസ്റ്റ് വിഷസ്. ഞാനൊരു ചേട്ടൻ റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഞാൻ പാവം പിടിച്ച പോലീസുകാരുടെ ഒരു അവസ്ഥ. എത്ര പൊറോട്ട തിന്നാൽ എത്ര പൊറോട്ട തിന്നാൽ അവർക്കാവും അല്ലേ? ഈ പണിയില്ല നടക്കുന്ന ബായിയൊക്കെ പിടിച്ചു ഇതൊക്കെ നിർത്തണം ഇങ്ങോട്ട്. ചുമ്മാ അല്ലേ ബായി, ഇതാണ്ട് വരാണ്ടൊരു ബായി വന്നു. ഇവിടെ ബായിമാരിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കോടോ പോയി. മലയാളികളെക്കാട്ടിലും കാശാമാർക്ക്. എന്തായാലും ബായിമാരുള്ളതുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെടുന്നല്ലേ. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ നമ്മൾ നേരെ ഇച്ചിരി സ്പീഡ് കൂടിയിട്ടുണ്ട്. അപ്പൊ യാത്രക്കാരെ പേടിക്കണ്ട. എല്ലാവരും വളരെ സങ്കടത്തിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും യാത്രക്കാരെല്ലാരും വളരെ സംയമത പാലിക്കുക. സംയമത അതെ. മണിയുള്ള മണി വിഴുങ്ങുന്ന സാറുമാർ അവിടെ ചോറും പൂത്തിരിയും കൊണ്ടൊക്കെ നിപ്പുണ്ട്. അയ്യോ അല്ല അയ്യോ, ഇതാണ് പ്രശ്നം. ചുമ്മാ അല്ല. അയ്യോ വണ്ടിയുടെ ഇതിന്റെ ദൈവം എട്ടിന്റെ പണി കിട്ടിയിടാവും. ടയർ പഞ്ചറായെന്ന് തോന്നുന്നു അല്ലേ? കഷ്ടമുണ്ട് തടി വണ്ടിക്കാരുടെ കാര്യം അല്ലേ? തടി ലോറി ഡ്രൈവർമാരെ, ബസ് ലോറി ഡ്രൈവർമാരൊക്കെ അവസ്ഥ. കാരണം ഇത്രയും വലിയൊരു വണ്ടി ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ ചില്ലറ കളിയൊന്നുമല്ല. അപ്പൊ എന്തായാലും ഒന്ന് ഇവിടെ വീതി കൂട്ടും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇച്ചിരി മണിക്കൂറുകൾ നിന്ന് പശകൾ. ഈ മാനുവൽ വണ്ടിയിലൊക്കെ പോകുമ്പോണ്ടല്ലോ അതിന്റെ സുഖം ഇറങ്ങണം. ഏത് അത്. അപ്പൊ എന്തായാലും നമ്മുടെ അളിയാ, എന്റെ പൊന്നളിയാ, വളരെ സങ്കടപ്പെട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. നമ്മള് പിന്നെ വലിയ മാധ്യമപ്രവർത്തകരൊന്നും അല്ലാത്തോണ്ടേ നമ്മളുള്ളത് അങ്ങ് പറയും. നമുക്ക് അല്ലേ, ചിലരൊക്കെ വലിയ മാധ്യമപ്രവർത്തകർക്കാണ് ഒരു ഓണൊക്കെ അടിക്കണാവൂ. അയ്യോ ഓണൊന്നും ഇല്ലേ? അണ്ണനറിയാം, അണ്ണൻ അതിന്റെ ആളാ. അപ്പൊ അതൊക്കെയാണ് സംഭവം. അപ്പൊ നമ്മുടെ റോബിൻ വണ്ടി നാളെ രാവിലെ 5 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തകർത്ത് അടിച്ച ഒതുക്കി നമുക്ക് വേറെ റേഞ്ചിൽ കൊണ്ടുവരണം. എന്റെ പൊന്നളിയാ. അപ്പൊ അതാണ് അതിന്റെ ഒരു ഗെറ്റപ്പ്. അയ്യോ ഈ കാലൊക്കെ നല്ല വേദനിച്ചിട്ട് ഒരു പരുവായി. പൊന്നു കുഞ്ഞെ, നീ റോഡ് നോക്ക്. വണ്ടി നമുക്ക് നാളെ ഉണ്ട്. നീ ഒരു ദിവസം ഞങ്ങളുടെ ട്രിപ്പിലേക്ക് പോരെ. എല്ലാം ശരിക്കും പറഞ്ഞ ജനഹൃദയങ്ങളിൽ അങ്ങ് കീറി പറ്റിയിരിക്കുകയാണ് റോബിനല്ലേ. എന്റെ പൊന്നോ, പക്ഷെ ജനഹൃദയങ്ങളിൽ കയറി പറ്റിയ അതൊന്ന് താക്കാൻ വേണ്ടി നമ്മുടെ മണി വീഴുന്ന ഡിപ്പാർട്ട്മെന്റിലെ ചേട്ടന്മാര് കൂടോത്രം ചെയ്യുന്നുണ്ട്. ഒടുക്കത്തെ കൂടോത്രം. നടുറോഡിൽ ഇറങ്ങിയിരുന്നാ കൂടോത്രം നോക്കുന്നത്. എവിടെക്കാല്. അയ്യോ എന്റെ പൊന്നോ, എനിക്ക് വയ്യ. എങ്ങോട്ട് പോവാ? ചേട്ടൻ റൈഡർ വണ്ടിയാന്ന് തോന്നുന്നു. ചിരിക്കുന്നു വാട്ടെ പുഞ്ചിരി അല്ലേ? ജീവിതത്തിൽ ഒരു ചിരിയൊക്കെ ആകാം ജീവിതത്തിൽ. അടിയളിയാ അവിടെ കൊണ്ട് അടിയളിയാ. എന്താ പൊന്നളിയാ. സോമ എന്നുള്ള സൗണ്ട് ഒന്ന് ഇറാവേ. വല്ലപ്പോഴും ഒരു കേക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ നല്ല എനർജിഫിക്കേഷൻ. ഞാനൊന്ന് ഉറങ്ങി എണ്ണിച്ചു. സത്യം പറഞ്ഞാൽ എന്റെ ഇടപാട് തീർന്നു കേട്ടോ. ഉള്ളത് പറയാട്ടോ എന്റെ പൊന്നളിയാ. ഓയ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ജീവിതത്തിൽ നമുക്ക് ആരണ്ടൊക്കെ ഉണ്ട് എന്നൊരു ഫീലിംഗ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് നമുക്ക് ആരും ഇല്ല എന്നുള്ളൊരു ചിന്താഗതി നടക്കുന്നവരാണ്. നമുക്കും നമുക്ക് ചിലരെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ എനിക്ക്
എനിക്ക് മുന്നും ഒന്നും നോക്കാനില്ല. പക്ഷെ ഈ മണ്ടം വിചാരിക്കുന്നില്ല ഇവൻ സാധാരണ പൊതുജനത്തിന്റെ നികുതി പണം കൊണ്ടാണ് ഇവൻ ജീവിക്കുന്നത് അല്ലേ. അവൻ എന്തിനു വന്നിട്ട് ഒരു യൂണിഫോം ഇട്ടിട്ട് പറയാ എനിക്കൊന്നും പാനില്ലെന്ന്. എന്നിട്ട് അവൻ തിന്നുന്നോ പൊതുജനത്തിന്റെ ഫണ്ട്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് ചോദിക്കണം കേട്ടോ. ശരിയല്ലടാ മറ്റേ അവൻ പൊതുജനത്തിന്റെ ഫണ്ട് അടിച്ചു മാറ്റി തിന്നിട്ട് അവൻ വലിയ ഡയലോഗ് പറയുന്നു. ഇവനോടൊക്കെ എന്തോ ചെയ്യാനാ. പേര് പറയാനങ്ങ് പറയാണ്. ഇനി ഉള്ളു ചെറിയ പറഞ്ഞ പേരൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് എറിയും. എനിക്ക് പാനൊന്നുമില്ല എന്ന് ഞാനും പറയും. പക്ഷെ നമുക്ക് ആരണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ചങ്കന്മാരാണ് നമുക്ക് കൂടെ ഉള്ളത്. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളും കഥകളും. അപ്പൊ ഞങ്ങള് ആട്ടമാടാൻ ഇറങ്ങി ഞങ്ങൾ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചില ദുശക്തികൾ കൂടോത്രം ചെയ്ത് മുടിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. പക്ഷെ കൂടോത്രം അങ്ങോട്ട് ഏക്കുന്നില്ല. അവരെവിടെയെങ്കിലും മണി കെട്ടാൻ നോക്കുമ്പോൾ അവിടെ ഞങ്ങൾ പിടിക്കും അല്ലേ. ഇപ്പൊ പൊട്ടിക്കും. ഗിരിജേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ പൊട്ടിക്കും. ഇതെന്തുവാ? അതൊന്നുമില്ല. മറു പിടിച്ചോ. ഒന്ന് ഓണടിച്ചാവേ കേക്കട്ടാവേ അടിക്കണോ കല്ലട. ഒന്ന് ഓണടിക്കാറിയാ കല്ലട കേരള. അതാണ് വിത്തേ. ഇവിടെ ഉള്ളാണ്ടല്ലോ ക്രോസ് ലേഡി. അപ്പൊ എന്തായാലും നമ്മൾ കഥയൊക്കെ പറഞ്ഞ് കഥാപ്രസംഗമൊക്കെ പറഞ്ഞാണ് നമ്മളിങ്ങനെ രാജവീതിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് എസ്കോട്ട് തടിവണ്ടിയാണ്. മില്ലോട്ടാണ് അറപ്പ്. കീക്കി ഞാനും അടിച്ചു. വണ്ടിയെല്ലാം കീക്കി അടിയാ. ഫുള്ള് കീക്കി അടിയാണ്. എനിക്ക് വയ്യ. എന്റെ പോനടാവേ ഒന്നും പറയണ്ടടാവേ. അത് അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു യാത്രയാണ്. പൊളി യാത്രയാണ് കേട്ടോ. അപ്പൊ ഒന്ന് ഉറങ്ങി എഴുന്നേപ്പറ്റി കേട്ടു. പൊളി ചേട്ടാ. പറ്റുകയല്ല. പറ്റി. ഓക്കെ സെറ്റ്. തടിവണ്ടി നമ്മുടെ മുത്താടാ. തടിവണ്ടി നമ്മുടെ മുത്താണ്. ചേട്ടാ ഒന്ന് ചവിട്ടിക്ക്. ഞങ്ങളൊന്ന് കയറി പോക്കോട്ടെ. അയ്യോ ഇത്രയും ഗ്യാപ്പ് കിടപ്പുണ്ടായിരുന്നോ എന്റെ പൊന്നളിയാ. എനിക്ക് വയ്യ. അപ്പൊ അളിയ എന്തായാലും റോഡ് ക്ലിയർ ആയി. ഭാഗ്യം നമ്മുടെ ലൈവ് തുടച്ചു. ലൈവ് ഇട്ടപ്പോഴത്തേന് റോഡൊക്കെ ക്ലിയർ ആക്കി തന്നു. എനിവേ ചങ്കിടെ നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ നമ്മുടെ ആരാധകരെ പുറകിരിക്കുന്ന നമ്മുടെ ആരാധകരെ എല്ലാവരും ശാന്തരാകുക. ടെൻഷൻ അടിക്കേണ്ട. എല്ലാവർക്കും ഞങ്ങളിന്ന് വയറ് നിറച്ച് മണി വിളിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലെ സാറുമാര് വാങ്ങിച്ചു തരുന്നതായിരിക്കും വിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്ന് പാവങ്ങള് കൂടുപത്രം ചെയ്ത് കുടിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ ടോമി ഗിരീഷ് പൊത്തി വരുക അല്ലെ. അവള് പൊത്തിക്കും. അപ്പൊ ഗിരീഷ് ചേട്ടന്റെ റോബിൻ ബസ്സും ഗിരീഷ് ചേട്ടനും അത് വേറെ റേറ്റ് ആണ്. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ നമുക്ക് അതിനൊരു പാട്ടാകാൻ പറ്റില്ല. വളരെ സന്തോഷമുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ നാളെ രാവിലെ 5 മണിക്ക് നമ്മൾ പൊളിച്ചടിക്കും. നമ്മള് തവലയൊക്കെ അടിച്ച് നമ്മള് നാളെ പൊളിക്കല്ലേ. എനിക്ക് വയ്യ. എന്റെ പൊന്ന് ഡോണളിയാ. അളിയെന്ന് പറയുമ്പോ ഡോണന്റെ അളിയനല്ല, അത് വേറത്. അപ്പൊ നമ്മുടെ ആ ഒരു വൈരിഫിക്കേഷൻ വന്ന കൂടുതൽ അങ്ങ് വന്നു പോയതാണ്. സന്തോഷം കൊണ്ട് ആറാടുകയാണ്. ഞങ്ങളങ്ങ് ആറാടുകയാണ്. ഫ്ലോ അങ്ങ് ഇടയ്ക്ക് ഊഹിയായിട്ട് പോരണോ. അയ്യോ എനിക്ക് വയ്യ. അയ്യോ. അപ്പോ അതാണ് റോബിൻ പോകുന്നത്. ചായ കുടിച്ചു കൊടുത്തപ്പോഴാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാ റോബിൻ പോകുന്നത്. സേറാ ഫ്രൈഡേ അടിയിടാ പോണ ഇല്ല നമ്മൾ അടുപ്പിക്കും. അതാടാ ഞങ്ങള് ജിന്ന്. വേണ്ട അഭ്യാസം വേണ്ട ചേട്ടാ. സ്റ്റാൻഡ്. അപ്പൊ എന്തായാലും നമ്മൾ പെരുമ്പാവൂരിന്റെ മണ്ണിൽ കൂടെ നമ്മളങ്ങ് തകർത്ത് തിമിർത്താടി അങ്ങ് പോവാണ് സുഹൃത്തുക്കളെ. നമ്മൾ പഴയ കടയിലല്ലേ ഇന്നലെ നിർത്തി തന്നെ. ആരുമില്ല. ഓക്കെ. അപ്പൊ നമ്മള് അപ്പുറം ഇറങ്ങാനുള്ളൂ അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് തകർക്കാണ്. ശരിയാണത്. ഇന്ന് ബുക്കിംഗ് അല്ല. ഏറ്റു നമ്മളെ ഡ്രൈവർമാര് ചങ്കന്മാര്. നിങ്ങൾക്ക് അറിയാൻ വേണ്ട. നമ്മളെ റോഡ് ഡ്രൈവർമാരെന്ന് പറഞ്ഞാണല്ലോ. അതായത് പെരുമ്പാവൂർ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ അത് വേറെ റേഞ്ചാണ്. ലോറിക്കാരെന്ന് പറഞ്ഞാൽ പിള്ളേർ വേറെ കളിയാ. ഭയങ്കര റേഞ്ച് ടീമുകളാണ് അവരെല്ലാം. ശരിക്കും പറഞ്ഞാൽ ലോറിക്കാരെന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാ. മെസ്സി വണ്ടി ഓടിച്ചിട്ടുണ്ടോ? കേറി വരുന്ന ലോഡും കൊണ്ട് കേറി വരുന്ന സിംഹം ഇങ്ങനെ ഫുഡ് കഴിച്ച് വന്ന് ആടുന്നോണ്ട് ആടി ഒരു വരവുണ്ട്. ഒരൊന്നൊന്നര വരവ്. അതുപോലെ ടൂറിസ്റ്റും അതാ പോന്നു. ദൈവമേ കുളിക്കാത്ത വണ്ടി പോന്നു. കുളിക്കത്തുമില്ല, നനക്കത്തുമില്ല. നാട്ടിനും പേര് ദോഷം, നാട്ടുകാർക്കും പേര് ദോഷം. എന്തോ നാടേ ഇത്. ഞാൻ എല്ലാരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നില്ല. അവിടെയുണ്ട് നല്ല സാറന്മാര്. വേണ്ടവരെടുക്കുക, വേണ്ടാത്തവര് ചെവിക്ക് ഇതേ കളയുക, ഇതിലേ കയറ്റുക, ഇതിലേ കളയുക. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്.
അപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. പിന്നെ എന്നെ പൂട്ടാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടേ വന്നാൽ അത് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം, പൂട്ടാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതെ, 2 ചായ കട്ടൻ കാപ്പിയോ കുടിച്ച്. പക്ഷെ കട്ടൻ കാപ്പി നിങ്ങൾ വാങ്ങിച്ചു തരണവരും. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, കുത്തരി. അതെ, ആ അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ പെരുമ്പാവൂരിന്റെ മണ്ണിലൂടെ ഈ ഒരു വണ്ടി ഇടിച്ചു വന്നോ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊക്കാത്തോടല്ല, കോയമ്പത്തൂർ ബോർഡ് നാളെ രാവിലെ ഞങ്ങൾ തിരിച്ചു വെക്കുമ്പോൾ നമ്മൾ പൊളിക്കണം. അപ്പൊ നമ്മുടെ ബുക്കിംഗ് നമ്പർ അറിയാമല്ലോ, അറിയാത്തവരൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ബുക്കിംഗ് നമ്പറിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 9497352007 അല്ലേ. നമ്മുടെ ജെയിംസ് ബോർഡിന്റെ നമ്പറാണ്. അതെ, ജെയിംസ് ബോർഡിന്റെ നമ്പറാണ് നമ്മൾ കൊടുത്തത് 207. അപ്പൊ ആ 207 ഒന്ന് വിളിച്ച് ഒന്ന് ബുക്ക് ചെയ്ത് ആണ് നമുക്ക് പോളിച്ച് അടുക്കാം. എന്താ പോനടാവേ, എനിക്ക് ഉറക്കളച്ച് എന്റെ പരിപാടി തേക്കിൻ ഡോറ് കൊടുക്കപ്പെടുമെന്ന്. ഇന്ന് കണ്ട ആ വാളയാറിലുള്ള RT ഓഫീസിന്റെ ഡോർ ഒന്നും ശരിയില്ല. ആ ചേട്ടന്മാരോട് 2 ഡോർ കൊണ്ട് കൊടുക്കാൻ. വാളയാറിലെ കണ്ട RT ഓഫീസിന്റെ ഡോറ്, മണി വിഴുങ്ങുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഡോർ. എന്താ പോന്നോ തുരുമ്പിച്ച് ഇവനൊക്കെ അടിച്ചു മാറ്റുമ്പോ സ്വന്തം ഒരു 2 ഡോറെങ്കിലും വെപ്പിച്ചുകൂടെ? അയ്യോ എന്റെ പൊന്നോ. എന്നിട്ട് പൈസ വാങ്ങിക്കുന്ന ആരും ഷൂട്ട് ചെയ്യരുത് കേട്ടോ, പൈസ കൊടുക്കുന്നത് അതിന് വേണ്ടി മറച്ചു വെച്ചേക്ക. എന്റെ പൊന്നളിയാ, അവിടെ പോയി പെട്ടുകളയല്ല എന്റെ പൊന്നളിയാ. നാളെ ഉണ്ട് ലൈവ്. പേടിയുണ്ടോ ചേട്ടാ? അയ്യോ എന്റെ പൊന്നളിയാ, പേടിച്ച് വളി വിട്ടൊന്നും പറയട്ടെ. ഇനി അതിനൊരു കേസ് വരുമായിരിക്കും. അത് തന്നെ, പൈസ ഒഴുകുന്ന RT ഓഫീസ് അത് തന്നെ. അത് തന്നെ, അതിന് പച്ചനെറ്റ് വെച്ച് മറച്ച് എനിക്കൊന്ന് കോയമ്പത്തൂർ 500 രൂപയ്ക്ക് പച്ചനെറ്റ് വാങ്ങിച്ചോണ്ട് വന്നാന്ന് തോന്നുന്നു. അതിനും അർക്കിത്തരം കാണിക്കുവേ. അയ്യോ കണ്ട അത് തന്നെ, തണ്ട പച്ചവെള്ളം കുടിക്കത്തില്ല. അജ്മി ആളിയാ പൊളി. കേക്കാണ് അജ്മിയാണോ? പക്ഷെ ഒന്നും പറയാലോ, ഇപ്പൊ ഈരാറ്റുവട്ടക്കാരൻ ഗിരീഷ് കഴിഞ്ഞിട്ടേ ഉള്ളു എല്ലാം. ട്രെൻഡിങ് നമ്പർ 1 ആണ് റോബിൻ ഗിരീഷ് ടീം. അപ്പൊ സ്വിഫ്റ്റ് അത് അടിപൊളി വണ്ടി കേട്ടോ, നല്ല വണ്ടി, നല്ല അതെ സ്വിഫ്റ്റിന്റെ വണ്ടി അടിപൊളി കേട്ടോ, നല്ല വണ്ടി, നല്ലതെന്ന് തന്നെ പറയണം അല്ലേ. അതെ, കുളിക്കാത്ത വണ്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുളിക്കാത്ത വണ്ടി എന്ന് തന്നെ പറയണം. അത് തന്നെ. നാഷണൽ പെർമിറ്റ് TN നമ്മളെ അണ്ണൻ കണ്ടോ. എപ്പി ഇരിക്ക? നല്ല இருக்காங்களா? അപ്പൊ എനിക്ക് വയ്യായി. ഷാജഹാൻ മൂസ, റോസ് ലൈൻസ് KL 10 AM 3399. എന്തൊരു പറയണ ചെങ്ങായി. ജീസസ് മേരി ജോസഫ്. ഓയ് ഓ ഒന്നും പറയണ്ട, ഇവിടുത്തെ പോലീസ് എയർ ഭയങ്കര പൊല്യൂട്ടഡ് ആണ്. ഇപ്പൊ ശ്വസിച്ചപ്പോഴത്തേന് ഇങ്ങനെ നെഞ്ചിനകത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങള്. പനിയാന്നല്ല എവിടെങ്കിലും കുറ്റം കണ്ടുപിടിക്കാതെ. അയ്യോ എനിക്ക് കാലടി കഴിച്ച് ഒക്കലോ ഒക്കൽ എനിക്കത് ഞാൻ പിടിച്ച് വായിച്ചത് വേറെ ഒന്നുമില്ല. അയ്യോ എന്റെ പൊന്നു ചേട്ടന്മാരെ, ആ ഫോൺ അങ്ങനെ അല്ല. ചേട്ടൻ ഓൺ അടിക്കാൻ ട്രെയിനിങ് കൊടുക്കണം. നാളെ ഒരു വെറ്റയും പാക്കും വായിച്ചിട്ട് വാ. എന്നാ പൊന്നടാവേ. അപ്പൊ എന്റെ പൊന്നടാവേ, കാലിന്റെ ബ്ലോക്കാണ്. ഇത്രയും ചിന്തിച്ചില്ല. ഭയങ്കര എന്റെ പൊന്നടാവേ. കണ്ടില്ലേ ഈ പാവങ്ങള് ക്ലച്ച് ചവിട്ടി. എനിക്ക് തോന്നുന്നു ക്ലച്ച് കമ്പനിക്ക് കാശ് കൊടുത്ത അമ്മമാരവിടെ മലപ്പുറം ബ്ലോക്ക് ചെയ്യുന്ന തോന്നുന്നു ക്ലച്ച് കയറിക്കാൻ. ഈ പണ്ട് പിള്ളേര് പോകുന്നത് കണ്ടില്ലേ? വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിള്ളേരവിടെ കളത്തിൽ ഇറങ്ങുന്നതാണ്. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് അല്ലേ. പെരുമ്പാവൂരിന്റെ മണ്ണിലേക്ക് നമ്മൾ ഇതാ ഈ പിച്ച വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പെരുമ്പാവൂരിന്റെ മണ്ണിലേക്ക്. അതാണ് അട്ടിമുത്തേ 500. അല്ലേ? പാവങ്ങളെ പിഴിയുന്ന ഇമ്മാരേതേ. ഇമ്മാരെ എങ്ങനെ ഗുണം പിടിക്കുന്നുള്ള കഴിക്കാൻ മേലേ ഇരിക്കും. ആ വണ്ടി കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം കഴിയുന്ന വണ്ടിയാന്ന് തോന്നുന്നു. പച്ച വണ്ടിയാ. അതന്നെ അല്ലേ? പച്ചവണ്ടി. നെല്ലിയാമ്പതി ക്ഷേത്രം. കുക്കുമ, നാഗാലാൻഡ്. ഞാനും നാളെ എന്റെ രജിസ്ട്രേഷൻ മൊത്തം നാഗാലാൻഡിലാക്കാൻ പോവാം. ഞാനിവിടെ നമ്പർ പ്ലേറ്റ് ഒക്കെ NL തിരുനെല്ലി ക്ഷേത്രം അല്ലേ? അല്ല ഞാനേ വൈകിട്ടല്ലേ. ഇതെവിടെ? എന്താ ബന്ധുരുക്ക? അതെവിടാ?
ആ ബന്ധുരക്ക അതല്ലേ നീ പച്ചപ്പൈൻ്റെ ഒക്കെ അടിച്ച് ഉമ്മ കോലം കെട്ടി വെച്ചേക്കുന്നു. അവർക്ക് എന്തുവാ, നമ്മളെ പോലുള്ള പാവം പിടിച്ചവർക്ക് ഒന്നും ആവാൻ പാടില്ല. ആ റോബിൻ 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 ആ അതാണ് 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 പിള്ളേർ വിളിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ. എന്റെ ഏടാവേ എന്റെ പൊന്നളിയാ 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഇന്ന് കുറച്ചു നേരം കിട്ടി ഉറങ്ങിയിട്ട്. അയ്യോ ഷാജഹാൻ മൂസ പറയുന്നത് അല്ലയാ മിമ്രോക്കിലെ മനോജാൻ വിളിക്കുന്നു. അയ്യോ നമ്മുടെ ഇന്നലത്തെ മിമ്രോക്കിന്റെ മുതലാളി പറ മുതലാളി ലൈവിലാണേ. തത്വമസ് അല്ല വളരെ ഭവ്യമായ ഭാഷയിൽ വേണം സംസാരിക്കുന്ന ലൈവിലാണേ. ഞങ്ങൾ പെരുമ്പാവൂരിന്റെ മണ്ണിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. ഞങ്ങൾ 800 പേര് ലൈവിലാണ്. അച്ഛൻ കട്ട് ചെയ്തു. ഞാനോടത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്ന കരുതിയത് ഒന്നും പറഞ്ഞില്ല. നമ്മുടെ അജിയണ്ണെ കണ്ടില്ലോ, വാരിക്കാടൻ പ്രമുഖൻ ആ വ്യവസായ പ്രമുഖനായ അജിയണ്ണെ കണ്ടില്ലല്ലോ. അജിയന്റെ ഒന്ന് വിളിക്കുവാനും ചെയ്തു. എനിക്കത് വയ്യാൻ തോന്നുന്നു കേട്ടോ. യാത്ര ചെയ്തേ റോബിൻ ഗിരീഷ് ആണ് മോനെ ഇല്ല. ആണ്ടെ ഫോട്ടോ എടുക്കുന്നു. സെൽഫി ആണോ? അതെന്തുവാ? വീണ്ടും ആ പിള്ളേര് ലൈറ്റ് ഓഫ് ചെയ്ത് ഇറങ്ങി ഇന്ന് ഫോട്ടോ എടുക്കണം. ഞങ്ങൾ നിർത്തി തരണോ? ഒപ്പോളി നിന്റെ മുഖം കിട്ടത്തില്ലേ? എന്നാ ഞാൻ നിന്റെ മുഖം കിട്ടുന്നത് അച്ചായ പറ അച്ചായ. വീണ്ടും മനോജ് പറയൂ മനോജായ. പക്ഷെ ഞങ്ങൾ പെരുമ്പാവൂരിന്റെ മണ്ണിലൂടെ ഇങ്ങനെ കടന്ന് ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്ലോയിലാണ് വരുന്നത്. ഫ്രണ്ടിലെല്ലാം ഫോട്ടോ പിന്നെ ഉണ്ട്. നമ്മൾ തകർക്കും. നാളെ പിള്ളേരുണ്ടല്ലോ. നാളെ നമ്മുടെ 959497352007 എന്ന നമ്പറിലോട്ട് അങ്ങോട്ട് കൊടുക്കുക. നാളെ നമ്മുടെ ലൈവ് ഉണ്ട്. നാളെ നമ്മൾ പൊളിക്കും, തകർക്കും. എന്റെ പൊന്നോ എനിക്കടുത്തൊന്ന് പോകണം. ഡ്രസ്സില്ല, എനിക്ക് മരുന്നല്ലേ അവിടെ ഇരിക്കുക. മരുന്ന് തീർന്നു പോയി. ഞാൻ ഒരു ദിവസം മരുന്ന് മെഡിസിൻ എടുത്തത്. അപ്പൊ രാവിലെ ഇപ്പൊ നേരത്തെ വരും. നേരത്തെ വന്നിട്ട് ഞാൻ പിങ്കി അവരെ ആരും വിളിച്ചു പറഞ്ഞിട്ടേ ഒന്ന് വരാൻ പറയും. വെളിയിൽ നിന്ന് വന്നിട്ട് എടുത്തിട്ട് പോകാനേ. അയ്യോ പാവം എന്റെ പൊന്നോ കേട്ടു. പക്ഷേ ട്രിപ്പ് ഭയങ്കര ട്രിപ്പല്ലായിരുന്നോ? ചെക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ സാറുമാര് വളരെ മാന്യമായിട്ട് വന്ന് ചെക്ക് ചെയ്തു. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു. സാറുമാര് ചെക്ക് ചെയ്തു. പക്ഷെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഒപ്പിട്ട് തരണം പ്ലീസ്. ഒന്ന് ഒപ്പിലിട്ട് തരണം. അത് മാത്രം സാറുമാർക്ക് പറ്റിയാല. അതെ, നമ്മൾ അന്ന് ഇത് വേണം. നമ്മുടെ റൈറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളെ കൊണ്ട് എഴുതി ഒപ്പിടിക്കും. എന്തുകൊണ്ട് അവർക്ക് എഴുതി ഒപ്പിട്ട് തരാത്തെ എന്ന് ആധാർ കാർഡ് ഒന്നും ചോദിച്ചില്ല കേട്ടോ. അതൊരു ദിവസം ആ സാറിന് അറിയാൻ വയ്യുന്നുണ്ട്. സാർ ആധാർ കാർഡിന്റെ സാർ എന്നും ആധാർ കാർഡല്ല കാര്യങ്ങൾ വയ്ക്കുന്നത്. അതെ അച്ചാരാ തുറക്കും കേട്ടോ. അതെ, ആ വാളയാറ് അങ്ങോട്ട് പോയപ്പോഴും ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു സാറ് വന്ന് പറഞ്ഞു വീഡിയോ ഓഫ് ചെയ്യാമോ ചോദിച്ചു. ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ അടിയിൽ ഒരു ചേച്ചി അവിടെ നിന്ന് പമ്മി നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഞാൻ പറഞ്ഞു പിന്നെ ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ മേടിക്കുന്നത്? ഞങ്ങളും വീഡിയോ എടുക്കും. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ബാഡ്ജും ഒക്കെ ഇട്ടിട്ട്. ഞാൻ എന്നിട്ട് ഓർത്ത് വേണ്ട പൊക്കോട്ടെന്ന് കരുതി നമ്മൾ വീഡിയോ പുറത്ത് വിടാനേ. നോക്കിയപ്പോൾ വൈകിട്ട് തിരിച്ച് വീണ്ടും വന്നപ്പോൾ വേണ്ട വീണ്ടും നമ്മുടെ സാറുമാര് വീഡിയോ എടുത്തോണ്ട് കയറി. അവന്ന് ഞാൻ പിന്നെ എന്തിനാ പഠിക്കുന്നു? ഞാനത് പബ്ലിക് അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഞാനും ഇട്ടു. സാറുമാർക്ക് എടുക്കാമെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഇടുന്നു? പാസഞ്ചർ ലിസ്റ്റ് കയറിയുന്നു, അകത്ത് കയറുന്നു. സാറുമാരെ എന്നാ ഒരു അറ്റ്ലീസ്റ്റ് എടുക്കുന്നു, അത് ഒപ്പിട്ട് തരുന്നു. ഒപ്പിട്ട് നന്നൂടെ ചേർക്കും. ഒപ്പിട്ട് തരത്തില്ല. അതെ, അതാണ് നമ്പർ 99799497352007. ആ നമ്പറിൽ ബുക്ക് ചെയ്യണം കേട്ടോ. ബുക്കിംഗ് മച്ചന്മാരെ നാളെ നമ്മൾ പൊളിച്ചെടുക്കും കേട്ടോ. നാളെ ഫുൾ ആളായിരിക്കും. നമ്മൾ തകർക്കും. അതെ, ആ നമ്പറിൽ വിളിച്ചങ്ങ് വെറുപ്പിച്ചു. നിർത്തരുത്. ആ നമ്പറിൽ വിളിപ്പിച്ച് വെറുപ്പിച്ചുള്ള ബുക്കിംഗ് മൊത്തം കൊടുത്തു. 41 സീറ്റുകളിൽ
അറിയില്ല 41 സീറ്റ് എന്നല്ലേ പറഞ്ഞു. ഒരുമിച്ച് വിട്ടേരെ പൊളിക്കാമോ? ആർക്കാം അമ്മാനെ പൊളിക്കാം. നമ്മള് പൊളിക്ക് വാച്ചിങ് ഫ്രം കാനഡ. പൊളിക്കാണ് കാനഡ പിള്ളേർ വരെ നമ്മുടെ കൂടെ കട്ടക്കിരിക്കുന്നത്. എനിക്ക് എന്നെ പൊരടാവേ, അവിടെ തണുപ്പൊന്നും ഇല്ലടാവേ. ഞങ്ങൾക്ക് ഇവിടെ തണുപ്പില്ലായിരുന്നു. രണ്ട് പിന്നെ ഒരു ചേട്ടൻ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങി കൊച്ചിനെ കൊണ്ട് നിൽക്കുന്നു. കുഞ്ഞിനെ കാണാൻ എനിക്ക് വയ്യാണ്ടല്ലേ. കുഞ്ഞിനല്ലേ, റോവിനെ കാണാൻ. അയ്യോ അയ്യോ ടാറ്റാ ടാറ്റാ ടാറ്റാ. എനിക്ക് കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്ന അയ്യോ കുഞ്ഞു കൈ കാണിക്കുന്ന. ടാറ്റാ ടാറ്റാ ടാറ്റാ. അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങളെ കൊണ്ട് വരെയാണ് ഇറങ്ങി റോഡ് കുഞ്ഞു കുഞ്ഞുങ്ങൾ വരെയാണ് ടാറ്റ കാണിക്കുന്നത്. നോക്കി എന്തായാലും കൊള്ളാം പൊളി. അപ്പൊ എന്തായാലും അയ്യപ്പാസ് അടിമുത്തേ ഓണ്. അതാണ് ഭീഷണിയാണോ? പിന്നെ ഉറക്കം വന്നിട്ടല്ലേ? അയ്യോ അങ്ങോട്ട് കയറിയിരുന്നു. എടാ ദയനീയ അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ. അറിയാ എന്റെ മടി കിടന്നാൽ അവിടെ കിടന്നു. പക്ഷെ എന്റെ മടിയിൽ 2-3 സ്ക്രൂ ഉണ്ടേ, അത് കിഴിഞ്ഞു കയറില്ലേ. ജസ്റ്റിൻ ഫ്രം കാനഡ ഫുള്ള് വായിക്കാൻ പറ്റില്ല. അയ്യോ അത് പോയി. ജസ്റ്റിൻ ഫ്രം കാനഡ ഫുൾ സപ്പോർട്ട്. വിട്ടുകൊടുക്കല്ലേ കൊടുക്കല്ലേ കൊടുക്കല്ലേ. ഓക്കെ ജസ്റ്റിൻ. ആശംസകൾ റോബിൻ ചേട്ടാ, ആശംസകൾ. നാളെ ഞാൻ വേറെ സാധനം കൊണ്ടേ വരത്തുള്ളൂ കേട്ടോ. നാളെ വീട്ടിൽ പോയിട്ട് അതായത് കഴുത്തേ വെക്കുന്ന പെടലിക്ക് വെക്കുന്ന സാധനമുണ്ട്. അതാകുമ്പോ ഇങ്ങനെ അത് തന്നെ പെടലിക്ക് വെക്കുന്ന സാധനമുണ്ട്. അയ്യോ എടാ നീക്കിവിടെ സാധനം ഉണ്ടല്ലേ നമ്മടെ കുളുസു. നിനക്കിവിടെ ഫാനുണ്ട്. എടാ എനിക്കിവിടെ ഫാനില്ല. ഞാൻ ഭയങ്കര വിഷമിച്ചായിരിക്കുന്നത്. പിന്നെ നമ്മള് സപ്പോർട്ട് ഫ്രം UK. റോബിൻ മോട്ടേഴ്സ് ബുക്കിംഗ് നമ്പർ അത് തന്നെ. ചൈന നമ്പറിൽ ചൈനയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് പുള്ളി അതാരാണ് അറിയാ. ചൈനക്കാർ വരെ സപ്പോർട്ടോ. പക്ഷെ റോബിൻ പട്ടിയുടെ പടം ഇട്ടേക്കുന്നത് എനിക്ക് വയ്യ. കുഞ്ഞേ പിള്ളേരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത് എനിക്ക് വയ്യ. എന്നെ പോരടാവേ. നീ സംഭവമാടാ, സംഭവം സെറ്റാടാവേ. അതെ ഇങ്ങോട്ടൊക്കെ ചിരിക്കണാവേ. അവൻ വന്നിരിച്ചിരിക്ക. അവന് നാടാണ്. അയ്യോ നീ അങ്ങനെ ചെയ്തോണ്ട് നിനക്ക് 500 രൂപ പെനാൽറ്റി. ഇനി മേലിൽ ആവർത്തിക്കല്ലേ. മുന്നോട്ട് നോക്കിയിട്ട് ചിരിക്കണം. യൂറോപ്പിൽ നിന്ന് സപ്പോർട്ട്. യൂറോപ്പിൽ നിന്ന് ഷിജോ ജോസ് യൂറോപ്പിൽ നിന്ന് സപ്പോർട്ട്. ഫുൾ സപ്പോർട്ടാണ്. സംസം ഹോട്ടൽ ഇരിക്കട്ടെ. എല്ലാവർക്കും ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇരിക്കട്ടെ പ്രൊമോഷൻ. കോഴിക്ക് ഇരിക്കട്ടെ പ്രൊമോഷൻ. ചിക്കൻ ബിരിയാണി. ന്യൂ സാഗർ ഊണ ബിരിയാണി, ഫ്രൈഡ് റൈസ്, പൊറോട്ട, മസാല ദോശ സ്പെഷ്യൽ. ലൈറ്റുള്ള കടയാണ്. മിന്നി കത്തുന്ന ലൈറ്റുള്ള കട. അപ്പോ 1.25 മണിക്കൂറായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിൽ സെൽഫി എസ്കോർട്ടുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് കുഞ്ഞുങ്ങൾ മണിക്കൂറായിട്ട് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടക്കടക്കേന്ന് പറഞ്ഞാൽ കണ്ടില്ലേ. KL 17X 5439 എന്ന് പറയുന്ന വണ്ടിയിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾ, നമ്മുടെ ചങ്ങന്മാർ. അതാണ് ചുവന്ന മിന്നി കത്തുന്ന കടയാണ് കേട്ടോ. നല്ല ചിക്കൻ ഉണ്ടോടാ പോയി. ചൈനീസ് ഉണ്ട്. അളിയാ അത് ഹിന്ദിയിൽ എന്ത് വെച്ചിരിക്കുന്നത്? ഹോട്ടൽ. പിന്നെ തമിഴിലും ഹോട്ടൽ. അയ്യോ തപസ്യ. അതാണ് അളിയോ ലോറിക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീലാണ് കേട്ടോ. ലോറിക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒല സൈഡോ എവിടെ? വലത്തെ ഒരു കൂട്ടം ആൾക്കാര്. ഫേസ് വല്ലം സ്പോർട്സ് ലൈബ്രറി. അത് തന്നെ വല്ലത്തെ ചങ്കുകളാണ് കേട്ടോ. വല്ലത്തെ ചങ്കുകളാണ്. വല്ലം നമ്മള് വല്ലത്തെത്തി കേട്ടോ. അതൊരു ക്ലബാണ് കേട്ടോ. ഹൈദരാബാദ് നിന്ന് അനീഷ് സപ്പോർട്ട്. ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫ്രം വെന്ന ഓസ്ട്രിയ. ഓക്കെ താങ്ക് യു. പേര് വായിക്കാൻ പറ്റിയില്ല. പേരപ്പത്തിന് ഒന്നുകൂടെ തരുവാണെങ്കിൽ. ഏതോ ഒരു ചേട്ടൻ ചൈനയുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നെ പൊന്നു ബ്രോ തൊടുപുഴക്കാരനാണ്. റോബിന്റെ പിക്ക് ഇത് ഇപ്പിടിൽ വരച്ച് ഗിരീഷനെ കൊണ്ട് ഒപ്പുവെച്ച ആൾ. ആ വരച്ച പിക്കാണ് DP. മലയാളം വായിക്കാൻ ഭയങ്കര പോറാണ് ഞാന് കേട്ടോ. ഒന്നും തോന്നല്ലേ. 2ാം ക്ലാസ് ക്വസ്റ്റ്യാണ്. ഓപ്പൺ ചെയ്യിച്ച ആൾ. ആ വരച്ച പിക്ക് ആണ് DP ഇട്ടിരിക്കുന്നത്. 3 ലവിന്റെ ചിഹ്നവും മൊട്ടത്തറയിലെയും ലവിന്റെ ചിഹ്നവും തന്നിട്ടുണ്ട് കേട്ടോ.
അപ്പൊ എന്തായാലും അങ്ങനെ പോയി. വാച്ചിങ് ഫ്രം ലണ്ടൻ. ഷൈജു മാത്യു എന്നല്ലേ പേര്? ഷൈജു മാത്യു. ഓക്കെ. എനിക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ റോബിന്റെ വശ്യതയിൽ വീണുപോയ ഒരുപാട് പേർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡ്രൈവറായ വിൽമറ്റ് മക്രോണി ഇതാ വണ്ടി ഓടിച്ച് ഞങ്ങളെ ഒരു എന്താണ് പറയേണ്ടത്, നമ്മുടെ ഈ സന്തോഷ് ജോർജ് കുളങ്ങര അത് ഇടിച്ചോ? അയ്യോ ഇടി നടന്നു. അവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര തർക്കം നടന്നിരിക്കുന്ന കിലോ 1 തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ പിള്ളേർ ഫോട്ടോ എടുക്കും. റുമ്പ കണ്ടവന്മാര് എനിക്ക് വയ്യ. അവന്റെ നാണം പോയല്ലേ. അയ്യോ എന്റെ അണ്ണ. കാഞ്ഞിരക്കാട് ജംഗ്ഷൻ മസ്ജിദ്. ഹംസ വാച്ചിങ് ഫ്രം UAE. ബ്രോ പ്രശ്നം ഉണ്ടായിരുന്നോ? എന്റെ പൊന്നളിയ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേർക്കുന്നുണ്ട്. ചൂടെടുത്തിട്ട്. കാരണം കുറച്ചു നേരമായി ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ചെറിയ 1.5 മണിക്കൂറായി ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു ഇത്രയെടുത്ത് ഇങ്ങനെ ചവിട്ടിപ്പിടിച്ച് ഇടപാട് തീർന്നു. എന്തായാലും ഇപ്പൊ പാലത്തിന് സമയം കഴിഞ്ഞു. 1.5 മണിക്കൂർ അങ്ങോട്ട്, 1.5 മണിക്കൂർ ഇങ്ങോട്ട്, 1.5 മണിക്കൂർ. ഇതിന് നിങ്ങൾ പെനാൽറ്റി സ്വീകരിക്കേണ്ടതാണ്. അതെ, ഇവിടുത്തെ MLA-ക്കും മന്ത്രിക്കും എല്ലാവർക്കും പെനാൽറ്റി കൊടുക്കണം. എടാ എനിക്ക് അങ്ങനെ ഒറ്റക്കാലം നിൽക്കാനൊക്കത്തില്ല. പൊങ്ങി കാലെന്ത് കിട്ടി? പേനേ എഴുതാനോ? നാളെ നീ പറഞ്ഞ പോലെ IAS പഠിക്കുമല്ലേ? അപ്പൊ നാളെ നേടും. പിന്നെ മുട്ടക്കറി വെക്കാൻ അറിയത്തില്ല. പിന്നെ IAS. അയ്യോ ഈ കട സെറ്റപ്പ് ചെയ്തല്ലോ, രസമുണ്ടല്ലോ, അടിപൊളി കേട്ടോ. കേട്ടോ അങ്ങനെ പെരുമ്പാവൂരിന്റെ മണ്ണിൽ കൂടെ നമ്മൾ ഇക്കട അവിടെ കട അടിപൊളിയാക്കി കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ പെരുമ്പാവൂരിന്റെ മണ്ണിലൂടെ ഫേമസ് പെരുമ്പാവൂരിന്റെ ബിസിനസ്സുകളുടെ, അതായത് തടിക്കച്ചവടത്തിന്റെ ഫാക്ടറികളുടെ ഒരു ലോകമായ പെരുമ്പാവൂരിന്റെ മണ്ണിലൂടെ നമ്മൾ ഇതാ പടന്നു പോകുന്നു സുഹൃത്തുക്കളെ. എന്നാ ട്രാഫിക് ആയിരുന്നു. ഐഫൺ ചേട്ടാ ഒരു AC ബസ് എടുക്കണം. എന്റെ പൊന്നളിയാ, ഇത് തന്നെ നമ്മളൊന്ന് ആദ്യം സെറ്റ് ആക്കട്ടെ അല്ലേ അളിയാ? സെറ്റായതിനു ശേഷം വേണം നമ്മള് അളിയാ. എന്നാ അല്ലേ, സ്നേഹമാണ് ആൾക്കാരുടെ സ്നേഹം. ആ സ്നേഹം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്റെ പൊന്നളിയാ അതൊരു വല്ലാത്ത സ്നേഹമാണ്. അളിയാ പെരുമ്പാവൂർ എത്തുമ്പോ വിളിക്കണം. അളിയാ വിശന്നിട്ട് ഇടപാട് തീർന്നു, എന്തെങ്കിലും കഴിക്കണം. ഇനി അവിടെ നിർത്തത്തുള്ളൂ. പോസ്റ്റായി പോയി. ജർമ്മനിയിൽ നിന്നും ബുക്കിംഗ് എടുക്കുമോ? യെസ്, ജർമ്മനിയിൽ നിന്ന് എടുക്കും. പിന്നെ അല്ലാതെ അളിയാ ജർമ്മൻകാരാ മുത്തേ പൊന്നേ, നീ ഞങ്ങളുടെ പൊന്നാടാവേ. നീ 9497352007. എന്താ എന്റെ കോളട്ടൂറിനകത്ത് വന്ന് നരേന്ദ്രമോദി എന്നൊക്കെ വന്നു. എനിക്ക് അത്രയും വാല്യൂ. പ്രധാനമന്ത്രിയൊക്കെ എന്നെ വിളിക്കുന്നു. എന്റെ ലൈക്ക് എ ബിസിനസ് വെസ്റ്റ് ബംഗാൾ ആരോ വിളിക്കുന്നു. എന്റെ പൊന്നു ബ്രോ, ഹലോ നമസ്കാരം ഉണ്ടേ. ഹലോ, വാട്സപ്പിൽ വിളിച്ച് കിട്ടാനാണ് ഇന്റർനെറ്റ്. പറഞ്ഞോ. ഹലോ, ഞാൻ നമ്പർ ബുക്കിംഗ് നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്പർ എന്റെ പൊന്നടാവുകയോ ഒന്നും കമന്റ് ഇടാനാ പാട്. കാരണം ഒരു കൈ ഫോണ്, ഒരു കൈ ജീവൻ. വണ്ടി അനങ്ങുന്നോണ്ട് നമുക്ക് ഇടാനൊക്കത്തില്ല. അതൊരു കാര്യമല്ലേ. അല്ല, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ട്. ലൈവിനടിയിൽ ഒരു പോസ്റ്റ് കിടപ്പുണ്ട്. ആ പോസ്റ്റിനകത്ത് 94973973
ഓ അങ്ങനെ. ആ അത് തന്നെ. ആ ഓക്കെ ഓക്കെ. ചേട്ടന്റെ പേരെങ്ങനാ? ബിബി. ഓക്കെ. എന്റെ പേര് കുവൈറ്റ്. കുവൈറ്റിലെവിടാ അളിയാ? ആ ഞാൻ ഈരാറ്റോടെ തീക്കുവയില്ലേ അളിയാ. ഞാൻ സൂപ്പർ സംഭവം പറഞ്ഞു കുവൈറ്റിലെ അടിപൊളി സംഭവം. നമ്മുടെ ഫിഷ് മാർക്കറ്റ് അറിയോ കുവൈറ്റിലെ? ഷുവൈക്കിലെ അവിടെ മീൻ മാർക്കറ്റിന് അളിയാ അവിടെ അല്ല പോണ്ട ഷുവൈക്ക് പോണം. ഷുവൈക്ക് പോയിട്ട് അവിടെ നല്ല പൊറോട്ട കിട്ടും. പൊറോട്ട ലെഫ്റ്റ് ഷെർക്കിൽ അത് തന്നെ. അവിടെ പോയി നല്ല ചൂട് പൊറോട്ട ഇച്ചിരി പഞ്ചാരയും കൂട്ടി റോളടിച്ച് കഴിക്കണം. ഞാൻ ഒരുപാട് പോയി കഴിച്ചതാ അവിടെ. അയ്യോ മീൻ വാങ്ങിക്കാൻ പോകുമ്പോ കൊതി വരുന്നു. നമുക്ക് സെറ്റാക്കാം. പൊളിക്കാം. സെറ്റാക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പൊറോട്ടയുടെ ഓർമ്മയിലായിപ്പോയി. നമ്പർ പറഞ്ഞതിനിടയ്ക്ക് പൊറോട്ടയുടെ ഓർമ്മയിലായിപ്പോയി. പൊറോട്ടയും നല്ല ചൂട് പൊറോട്ടയും ഇച്ചിരി പഞ്ചാരയും കൂടെ എടുത്തിട്ടുണ്ടല്ലോ, റോളാക്കി കഴിക്കണം. എന്റെ പൊന്നളിയാ. എന്നിട്ട് ഇച്ചിരി കട്ടൻ കാപ്പി. കലയെന്നാണോ? കല്ലടാ. ഓ സോറി, കല്ലടാ. കലാന്ന് കണ്ടുള്ളൂ, എടാന്നുള്ള കണ്ടില്ല. കല്ലടാ. ഓക്കെ. അപ്പൊ നമ്മള് അങ്ങനെ കഴിക്കണം കേട്ടോ. പൊളി സംഭവം കേട്ടോ. വിശപ്പൊക്കെ മാറും. ഒരു 3-4 പൊറോട്ട അകത്താക്കും നമ്മൾ ഓട്ടോമാറ്റിക്. എനിക്ക് വിശക്കുന്നു. ചിപ്പി ഇട്ട് അല്ലേ? ഇന്ന് MVD ചെക്കിംഗ്. ചൂടുവെള്ളോ? അതിൽ സൂപ്പറാണ് പൊറോട്ടയും വിത്ത്. അതാകുമ്പോ കോസ്റ്റ് കുറവ്, ടേസ്റ്റ് കൂടുതൽ. ഐഡിയാസ് കാണിച്ചു. അയ്യോ എനിക്ക് KL05AS6639. എന്റെ പള്ളി. ഞാനും കുവൈറ്റിൽ നിന്ന് സപ്പോർട്ട്. ഒരുപാട് കുവൈറ്റുകാരുണ്ടല്ലോ. എന്റെ പൊന്നടാവേ. കുവൈറ്റിലൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതൊക്കെ മോഹങ്ങളാ കുവൈറ്റിലൊക്കെ വരെ വന്നതേ. അതൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. വന്നു കുവൈറ്റ് വന്നു, കണ്ടു കേട്ട് പോയി. അപ്പോ ഞാൻ ആ ചേട്ടൻ പറഞ്ഞോടൊന്ന് ടൈപ്പ് ചെയ്യട്ടെ. എടാ നമ്പർ 9497 അല്ലേ? 9735 അല്ലേ? 277. ഓക്കെ. ആ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ബുക്കിംഗ് POK ബുക്കിംഗ് നമ്പറാ. എല്ലാവർക്കും ഈ നമ്പർ എടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് വാട്സപ്പ് ഷെയർ ചെയ്യണേ. പിൻ കമന്റ്. അളിയാ ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ നമ്പർ പിൻ ചെയ്ത് അളിയാ. ഈ സംഭവം കാണാതിരിക്കായിരുന്നു കേട്ടോ അളിയാ. സംഭവം ഈ നമ്പർ ഈ സംഭവം ഈ ഒരു ഓപ്ഷൻ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പിൻ ചെയ്യാന്ന് കേട്ടോ. അത് സംഭവിച്ചു. അങ്ങനെ അത് സംഭവിച്ചു. അത് ഞാൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിൻ ചെയ്യാൻ ഞാൻ പഠിച്ചു. അങ്ങനെ പിൻ ചെയ്യാൻ ഞാൻ പഠിച്ചു. അപ്പൊ കുവൈറ്റിലുള്ള ചങ്കുകളൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. വണ്ടി മുത്തുപോലെ കൊണ്ടുവരണം. അത് തന്നെ ഗ്യാസ് പോയതാണ് ഒന്നും തോന്നല്. ഫുൾ സപ്പോർട്ട് UK-യിൽ നിന്നും. ഓക്കെ. ഇൻ ഖത്തറിൽ നിന്നും ജെയ്സൺ മാത്യു. ഹംസ പരീദ് ഈസ് വാച്ചിങ്. ഹായ് ഹംസക്ക. സജി ജോർജ് മില്ലുകാര ഞാൻ ഉണ്ട് UK-യിൽ നിന്നും. ഓക്കെ. ഹരി കല്യാണി KSA. ഹരി ഹായ് ഹരി. ആബിദ് ഈ സപ്പോർട്ട് ഫ്രം സൗദി. ഹസൻ PM എവിടെ എത്തി? പെരുമ്പാവൂർ. അളിയ ഒരു കാര്യേ, ഈ മൗത്ത് സ്ലിപ്പൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്ക്. ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ കുറെ നേരം ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിക്കുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വരും. നിങ്ങളുടെ പേരൊക്കെ വിളിക്കുമ്പോൾ തെന്നി പോകുന്നുണ്ട്, ക്ഷമിക്കണേ. വായിക്കാൻ അറിയാത്തോണ്ടല്ല, വിദ്യാഭ്യാസം കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ്. അതൊന്നും ഇവിടെ പറയണ്ടല്ലേ. അപ്പൊ ജ്യോതിഷ് അജയ്കുമാർ ഈസ് വാച്ചിങ്. ഹായ് ജ്യോതിഷ്. രാജേഷ് ചന്ദ്രൻ ഫ്രം മസ്കറ്റ്. ജാക്സൺ ജോർജ് കിഡു ഹായ്. ഒന്ന് വിളിച്ചാൽ ഞങ്ങൾ 3 വിളിക്കും. അതാണ് പവർ. KSRO JSR ഡബിൾ ഡെക്കർ വണ്ടി JSR പോകുന്നു. www.jsr.com. 74 കിലോമീറ്റർ കോട്ടയം. മൂന്നാർ 96, ആലുവ 96, ആലുവ 17. പെരുമ്പാവൂർ എത്ര നടത്തില്ല. ഇപ്പോഴും പെരുമ്പാവൂർ എത്തിയില്ല നമ്മള്. ഇത് പെരുമ്പാവൂരല്ലേ? അല്ല ഇത് പെരുമ്പാവൂര്. പെരുമ്പാവൂർ എത്തിയുള്ളൂ. എന്റെ പൊന്നടോ എത്ര നേരം എടുക്കണല്ലേ. ഈ റോഡൊക്കെ വീതി കൂടണല്ലേ. ഞാൻ വല്ല അലാവുദ്ദീൻ വല്ലതും ആയിരുന്നു, ഞാനത് മായാജാലം കൊണ്ട് റോഡ് 4 വരിയാക്കിയാനെ. എന്നാ ചെയ്യാനാ. എന്റെ ദൈവമേ. അവൻ അവിടെ നിന്നാണ്ട്. എടാ കൊതിപ്പിക്കാടാ ഹിന്ദിക്കാരാ. എടാ കൊച്ചി ഹാലിമാർ ഹോട്ടലിൽ
അവനെടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ വെക്കുന്നു. സ്വിഫ്റ്റ് വണ്ടി, ഓൾഡ് സ്വിഫ്റ്റ്. ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ല. ഹോട്ടൽ ജയരാജ്. ഹായ് യാത്രക്കാരെ. പെരുമാറി ഫുള്ള് കളർഫുൾ ആണല്ലോ. ഗ്രാൻഡ് ഫിഷ്. ഇവിടെ അകത്തെങ്ങാണ്ട് ഒരു കടയുണ്ട് കേട്ടോ. ഒരു ആടി ഫുൾ ഓണാ അല്ലേ? ഫുൾ പവറാണ്. നല്ല ബീഫ് വറുത്ത മണം കളിയാ. സെന്റ് മേരീസ്. അയ്യോ ഇത് നോക്കിയ രസമുണ്ടല്ലേ? അടിപൊളി. സാന്റ അപ്പൂപ്പന്റെ ഒരു വലിയൊരു പ്രതിമയൊക്കെ വെച്ചേക്കുന്നു. ഇതിനിവിടെ അയ്യോ KL40 എന്ന് പറയുന്ന രാജ്യത്തൂടെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. KL40 പെരുമ്പാവൂരിലെ പിപ്പിരി പിപ്പിരി പീരിപ്പി പിപ്പിരി പിപ്പിരി പൂ പിപ്പി പണ്ടോരോ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഹരമാണ്. യൂത്ത് മാർച്ച് പെരുമ്പാവൂർ. അയ്യോ അനിൽകുമാർ. അയ്യോ. അപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗോവിൻ ബസ്സിലാണ് സുഹൃത്തുക്കളെ, അത് മറക്കണ്ട. സപ്പോർട്ട് ഫ്രം കൊട്ടാരക്കര. ഹൈ 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 ഹൈ. ഓ എന്റെ പൊരണവേ. സപ്പോർട്ട് ഫ്രം റൈഡർ കുവൈറ്റ് ദിയാഖ് ഫ്രം. നല്ല രസമാണല്ലേ, ഒരു ആനപ്പുറത്തിരിക്കുന്ന ഫീലാ. സത്യം പറഞ്ഞ ഫ്രണ്ടി വരണം. ആനപ്പുറത്തിരിക്കുന്ന ഫീലാണ്. അച്ഛനെ എത്തിക്കുത്തി നോക്കുന്നു കണ്ടാ. അതാണ് ഒരോണൊക്കെ അടിക്ക് കേക്കട്ടെ. അപ്പൊ കണ്ടില്ലേ KL5 കോട്ടയത്തിന്റെ വണ്ടിയാന്ന് തോന്നുന്നു. എല്ലാരും എത്തിക്കുത്തി നോക്കുകയാണ്. മഹാരാഷ്ട്ര ബൈ ATC മോട്ടേഴ്സ് ആണ്. നമുക്ക് അതുപോലെ സാധനം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യാം. അയ്യോ ബോലിയേ ബൈ. ഭായിമാര് വരെ നമ്മളെ നോക്കി ചിരിക്കുന്നു. പഞ്ചാര പുഞ്ചിരി ടിങ്കി 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 പഞ്ചാര പുഞ്ചിരി. ആശംസകൾ നേരുന്നു സുഹൃത്തുക്കളെ. താക്സീം റെസ്റ്റോറന്റ്. ഒരു വീട്ടിൽ ആൾക്കാർ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കളിയാ പറയലയാ. തകർത്ത് തിമിർത്ത് ആടി തകർത്തുകൊണ്ട് ഞങ്ങൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. കൈവക്കി കാണിക്കുന്നു അതല്ലേ. ഞങ്ങൾ ലൈവിലൂടെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ്. അയ്യോ ഈ വണ്ടിക്കൊന്നും യാതൊരു കുഴപ്പമില്ലടോ. ഇങ്ങനെ മിന്നി കത്തുന്ന ഇതൊക്കെ വെച്ച് കഴിഞ്ഞല്ലേ. നമ്മൾ വെച്ച് തരാ പ്രശ്നം, ബോർഡ് വെക്കുന്നതിനാ പ്രശ്നം. അവർക്ക് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എല്ലാടാ പോയി അത് നമുക്ക് നമ്മളും ഇങ്ങനെ ലൈറ്റ് മിന്നി കത്തുന്ന ലൈറ്റൊക്കെ വെക്കുമ്പോഴാണ് പ്രശ്നം. നമ്മളെന്തെങ്കിലും ചെയ്താ പ്രശ്നമാണ്. അതെ നമ്മളുടെ നല്ല മാറ്റോ നമ്മളെ നല്ല മുണ്ടോ കൊടുത്താ പ്രശ്നമാണ്. എന്തോ ചെയ്യാനാണ് പോയി. അത് തന്നെ എന്റെ മോനാവൂ. ഇത്രയും ദിവസം ഞാനിങ്ങനെ വൈറ്റ് കോളർ പിടിച്ചിങ്ങനെ ഇരുന്നു, മസിലൊക്കെ പിടിച്ചിരുന്നു. എനിക്കുകൊണ്ട് ഞാനൊരു മനുഷ്യനാണ്. മലബാർ വില്ലേജ്. ഒന്നും പറയണ്ട, അതിന്റെ കാര്യം വലിയ കറ. USA പോയില്ല, ചാൻസ് കിട്ടില്ല. അതുകൊണ്ട് വെള്ളം കുടിച്ചാ ജീവിച്ച. പോകുമെന്ന് പേടിച്ച് കുട്ടിക്കാനത്ത് അത് തന്നെ അങ്ങനെ. ഇനി എങ്ങനെയാണ് കാര്യങ്ങള്? പൊന്നിച്ചോ. ഓക്കെ അളിയാ. നാളെ രാവിലെയും പോണമെന്നുള്ള പ്ലാനിൽ ഇരിക്കുക. നാളെ രാവിലത്തെ ഒരു ചെറിയ പരിപാടിയിലിരിക്കുകയാണ്. നോക്കട്ടെ, ഞാൻ വിളിക്കാം. ലെറ്റ് മീ സീ സിംഗക്കുട്ടി, ലയൻകുട്ടി, ആവത്തല്ലയോ. ഓക്കെ. അപ്പൊ ഒരു ഫോൺ വെച്ചു. ഞാനല്ല വണ്ടി ഓടിക്കുന്നത് കേട്ടോ, ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഞാൻ ഫോൺ ചെയ്തെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസെടുക്കൂ, പറയാനൊക്കത്തില്ല. അയ്യോ.
ഫുഡാട്ടോ ഇവിടെ ഈ കടയിൽ കേട്ടോ. നമുക്കറിയാവുന്ന ഒരു ഇക്കയൊക്കെയാണ്. അവർ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. കഷ്ടം തന്നെയായി. നാളെ മുതൽ കൃത്യ ടൈമിൽ ജനങ്ങളെത്താൻ സാധിക്കും. ബോസ് കൃത്യ ടൈമിൽ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പക്ക ടൈമിലാ ബ്ലോക്ക്. എല്ലാ വണ്ടിയും ബ്ലോക്കിലായിരുന്നു അല്ലേ 1:30 മണി അല്ലേ. പക്ഷെ ഇത് ഭയങ്കര നേരത്തെ നമ്മൾ ചെയ്തു അല്ലേ. ഇങ്ങോട്ട് വന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വന്നു. ലേറ്റ് ആയിട്ടില്ല. എല്ലാം ഒന്നും ലേറ്റ് ആയിട്ടില്ല. ആ ബ്ലോക്കിന്റെ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. പെരുമ്പാവൂർ ആദ്യമായിട്ട് അത്രയും നേരത്തെ കയറി വരുന്നത്. പെരുമ്പാവൂർ റോഡ് വീതി കൂട്ടണം. പ്രതിഷേധമുണ്ട്. ഒരു 1/2 കിലോ പ്രതിഷേധം. അല്ല ഫ്ലൈഓവർ പണിയാണ്. ഫ്ലൈഓവർ 4 തൂണേ ഞങ്ങൾക്ക് പോകാൻ പ്രത്യേക ഫ്ലൈഓവർ വേണം. അല്ലെ ഞങ്ങളെ ഞങ്ങൾക്ക് ഹെലികോപ്റ്ററിലായാലും ഞങ്ങളെ കൊണ്ടുപ്പുറത്ത് വേണം. ഞങ്ങൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു തരാം. പോട്ടളയാ കയറി പോട്ടളയാ. രാജാവിന് വഴി വിടക്കണാമത്തെ. രാജാവിനെന്ത് ക്യൂ. അതാണ്. എന്തായാലും അന്തോണിച്ചന്റെ മകൻ രായപ്പന് വിക്കറ്റ് തീർച്ചയായും വളരെ സന്തോഷം. രായപ്പനും കൊള്ളാം, അന്തോണിയും കൊള്ളാം. എന്തൊരു ചെല്ലക്കിളി അന്തരാത്രി കൊന്തരാത്രി വലിച്ചെടുത്തോണ്ട് എല്ലാം എടുത്തിട്ട് വീട്ടിൽ പടേ അളിയാ. ഈ ലോങ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലേ വലിയ പ്രശ്നമാണ്. എനിക്ക് അത് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പണിയാവും. ചെറിയ മെസ്സേജ് ഒക്കെയാണെങ്കിൽ എനിക്ക് വായിക്കാം. റബ്ബർ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ്. റബ്ബർ പാർക്കിന് ഒരു സൈഡിൽ ബോർഡ് കണ്ടു കേട്ടോ. സോറി, സപ്പോർട്ടുണ്ട്. പൊളിയലയാ ഐഡിയൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പൊളിക്കണം. അയ്യോ കാറ്റ്. തലയിലോട്ട് ഇച്ചിരി കാറ്റൊക്കെ വീടുമ്പോഴത്തേനും എന്ത് സന്തോഷം. ആഹാ. ലക്ഷ്മി സിംഗക്കുട്ടി അറിയാം. അങ്ങനെ പെരുമ്പാവൂര് മണ്ണിൽ ഒരുപാട് ചിപ്സ് കച്ചവടമുണ്ട്. അപ്പൊ മറക്കണ്ട, നാളെ രാവിലെ 5 മണിക്ക് നമ്മൾ 5 മണിയാവുമ്പോൾ ഞങ്ങൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കുന്നതാവും. ഇനിയൊരു അറിയിപ്പ് ഞാൻ തരത്തില്ല. ഇനി വീണ്ടും പറഞ്ഞില്ല കേട്ടതിന് വേണ്ട. നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. 9497352007 നമ്മുടെ ജെയിംസ് ബോണ്ടിന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. മറക്കണ്ട. നമ്മുടെ യൂറോപ്പിലൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ ജെയിംസ് ബോണ്ടും അന്നത്തെ 90s ജെയിംസ് ബോണ്ട് 007 ആണ്. ഇന്ന് 21st സെഞ്ചുറിയിലെ ജെയിംസ് ബോണ്ട് റോബിൻ ഗിരീഷ് ആണ് അല്ലേ. ഇതല്ലേ അത് വേറെ റേറ്റ് ആണാവേ. അങ്ങനെ തന്നെ പറയൂ. മുടിയാത്ത കാര്യം നമ്മൾ മുടിക്കും. ആണല്ലേ. എന്റെ കാലൊക്കെ വേദനിക്കുന്നേ. ഈ വേദന മാറ്റി വെക്കാൻ പറ്റിയ വല്ല സെറ്റപ്പ് ഉണ്ടായിരുന്നേ. ഈ മൊബൈലിന് ബാറ്ററി ഇടുന്ന പോലെ അല്ല, മൊബൈലിന് മെമ്മറി കാർഡ് ഇടുന്ന പോലെ പുതിയ മെമ്മറി കാർഡ് എടുക്കുക, വേദന സ്റ്റോർ ചെയ്യുക, അതിനകത്ത് എടുക്കുക, കളയുക എന്ന് പറഞ്ഞ പോലെ വേദന മാറ്റി വെക്കാൻ പറ്റിയ സാധനം വല്ല ഉണ്ടാണ് സെറ്റപ്പ്. മെമ്മറി കാർഡ് ചെയ്യോ? കാശ് കൊടുത്താൽ സ്റ്റോറേജ് കിട്ടൂ. അത് തന്നെ. ഇനി പറയാനൊക്കത്തില്ല. മനുഷ്യനെ വരെ കിട്ടുന്ന കാലം. വേദന മാറണമെങ്കിൽ മരിക്കണം. അയ്യോ മരണം അത് പാടില്ല. നമ്മൾ ഒരുപാട് പ്രതികാരങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് അളിയാ. ഒരുപാട് പ്രതികാരങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അങ്ങനൊന്നും ഞങ്ങൾ മരിക്കത്തില്ല മുത്തേ. കൊടുത്തന്മാർക്കൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ. വാഴ ഏതേല് പ്രസാദം അല്ലളിയാ. അതൊക്കെ കഴിഞ്ഞേ ഉള്ളു. എന്റെ ആക്സിഡന്റ് നടന്ന സ്ഥലമാണ് കേട്ടോ. എന്റെ ഈ എലഗൻസ് ബാറിന്റെ മുന്നിൽ ഇവിടെ വെച്ചാണ് ആക്സിഡന്റ് നടന്നത്. ഞങ്ങള് എന്റെ ലൈഫ് എന്റെ കൂട്ടുകാരന്റെ ലൈഫ് ഏകദേശം ഞാനിങ്ങനെ ആയത്. നീ എന്താ ഇങ്ങനെ? യോ അവനെങ്ങോട്ട് പോവും. എന്റെ പൊന്നടിയോ പേടിച്ചു പോയി. ഒന്നാമത് അവിടെ ഒരു ഇവിടെ ജിന്നിന്റെ ആരണ്ടൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നളിയാ. ജർമ്മനിന്നും ഇറ്റലിന്നും സിംഗപ്പൂരിന്നും. അതെ, ഏതോ ഒരു നമ്പർ. ഷിജോ ജോസ് എടുക്കല്ലേ. ആരായിരിക്കും? ഹലോ, നമസ്കാരമുണ്ട്. ജർമ്മനിന്ന്. ഓക്കെ ബോസ്, പറയൂ ബോസ്. അവിടെ തണുപ്പുണ്ടോ?
ഡോണ്ടയോ? ആ ഡോണ്ട് നമ്പർ ഉണ്ടല്ലേ? ആ അത് നല്ല കാര്യമാണ് കേട്ടോ. അത് നമുക്ക് സെറ്റാക്കാം. അതിപ്പോൾ ഞാൻ പിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ നമ്പർ പറഞ്ഞു. ബുക്കിംഗ് നമ്പറിൽ നിന്റെ നമ്പറാണ് തിരിച്ചേട്ടൻ പറഞ്ഞു. ജർമ്മനി സിംഗക്കുട്ടി ലഡ്മി സിംഗക്കുട്ടി ലഡകുട്ടി ലഡ്മി സിംഗക്കുട്ടി ലട 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 ലക്ഷ്മി സിംഗക്കുട്ടി ലടമടമടക്കുട്ടി എവിടാ എവിടാ ലക്ഷ്മി സിംഗക്കുട്ടി ലട ലട ലടക്കുട്ടി ബിരിയാണി, ചായ, കാപ്പി. ഉള്ളിപിടിയായി നമുക്ക് ആ കടന്ന് നിർത്തിയാൽ പോലെ. അത് ശരിയാണല്ലേ. ഓ ആ വണ്ടി പോയി. 007 002 KL 17 അടിപൊളി നമ്പറാണല്ലോ. മോനെ മുത്തേ പൊന്മുത്തേ. നാട്ടിലൊക്കെ വള്ളമായി. 1.5 മണിക്കൂർ പോകും. ഓൾവേസ് അതെ. ജർമ്മനി 2 നമ്പർ ഡോണിന്റെ നമ്പർ അതിനകത്ത് പിൻ ചെയ്തിട്ടുണ്ട്. ഓ എനിക്ക് വയ്യ. അതാണാ ഓണ്. ഓ ഉറങ്ങിയിരിക്കുമ്പോ ഇങ്ങനെ ഓരോരുത്തന്മാര് വന്ന് നമ്മളെ ഒന്ന് ഉണർത്തും. അതന്നെ. ഓ നമ്മൾക്ക് ഇനി അത് മതി. ഇനി അതിന്റെ പേര് ഇനി കാട്ടന്മാരിനി നമുക്ക് കൊതിയാടാവുകയെ കൊതുകാണ്. ഒരടിക്കായിരുന്നു. ഓടെ നമ്മുടെ വീണ്ടും ഒരു മില്ലുകാരൻ വിളിക്കുകയാണ്. മില്ലുകാരൻ പറയും. മില്ലുകാരൻ ഞാനാ എന്റെ ബ്രാൻഡ് ഞാൻ വിട്ടു തരത്തില്ല. ഞങ്ങള് ഈ സ്ഥലത്തിന്റെ പേര് പെരുമ്പാവൂര് കഴിഞ്ഞ് കീഴല്ലോ കഴിഞ്ഞ് ഇങ്ങനെ വരിക. ആ കേൾക്കുന്നുണ്ട്. പെരുമ്പാവൂര് കഴിഞ്ഞ് കീഴെല്ലാം കഴിഞ്ഞ് കറക്റ്റാണ്. അത് തന്നെ. എന്റെ കൂടി ഇതുപോലെ ഇല്ലാത്ത ഒരാളെ ഉള്ളൂ. അത് തന്നെ. അല്ല കട്ടയ്ക്ക് സപ്പോർട്ട് തരാനേ അതൊരു വലിയ കാര്യമാണ്. നമുക്ക് പൊളിച്ചടുക്കും നമ്മളല്ലേ. നമ്പർ
ഉണ്ട് ഉണ്ട്. ആ 9497352007. ആ നമ്പറാണ് ബുക്കിംഗ് നമ്പർ. ആ നമ്പർ മാത്രം ഉള്ളൂ ബുക്കിംഗ് എന്നാണ് ഇപ്പോൾ കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അയ്യോ, നമുക്ക് ഇതുപോലെ വോൾവോ ബസ്സൊക്കെ ഇട്ടെന്ന് അന്നാടാ ഓടിക്കുക. ഇവിടെ പോയി മൾട്ടി ആക്സിലോ റോബിൻ പേരൊക്കെ വെച്ച് മൾട്ടി ആക്സ് വണ്ടി അല്ലേ. എനിക്ക് വയ്യ, ഞാൻ ഫ്രണ്ടിൽ കയറി ഇരുന്ന്. ഷൈൻ സോഫാസ് കർട്ടൻ ബ്ലൈൻഡ്. എനിക്ക് വയ്യ, ഉമ്മാൻ എന്നെ ഇങ്ങ് ഹരം കൊള്ളിപ്പിക്കുക. വണ്ടിയുടെ പേര് റോബിൻ എന്ന പേര് കാണുമ്പോഴേ അങ്ങ് വീഴുവാ നിലത്തേറെ, സാഷ്ടാംഗം വീഴുവാണ്. ചാച്ചു ഓ എനിക്ക് വയ്യ. വണ്ടിയുടെ വെട്ടം കണ്ടാ മതി അല്ലേ. ഓ ഈ വന്ന് അപ്പോ പിന്നെ പൊടിയേ കളിയാ. പാട്ടറിയാമെങ്കിലേ പാടാവുള്ളൂ, ഏറി കയറാൻ വയ്യ. വേണ്ട, ഞാനുണ്ടല്ലോ. ഈ ഒരുപാട് കമന്റ് മിസ്സായിപ്പോയി. എല്ലാ ഫോണും മൈ ഫോൺ, മൈ കമ്പനി. യു വാണ്ട് ബ്രോ, വാട്ട് ബ്രോ? क्या मेंशन? ഞാൻ അതാണ് ഇതിലൊന്നും പിടിക്കുന്നു. ഇല്ല തണ്ണി കുട്ട നമ്മളോടാ കളി. ഓപ്പനിങ്ങാ കുർബാനല്ലേ പുള്ളിക്കാരാ. താങ്കൾക്ക് ഉറക്കമില്ലേ? ഉറക്കം വരുന്നില്ല. അതായത് അതെ, ഇങ്ങോട്ടേക്ക് അറിയോ, വേറെ ഫീലാട്ടോ. വേറെ ഫീലാ. അതല്ലേ പണ്ട് ടൂറൊക്കെ പോകുമ്പോഴേ പണ്ട് ടൂർ പിള്ളേരൊക്കെ പറയും രാജാവിനെ പോലെ പണ്ട് വരുന്നത്. സംശയമുണ്ട്. നല്ല രൂപയ്ക്ക് അല്ല, വേറൊരു കാര്യമുണ്ട്. അന്നത്തെ കാലത്ത് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അകത്തോട്ട് പോകാൻ പറ്റില്ല. ആലോചിക്കേ, ആ സാധനം പിടിച്ചോണ്ട് കുറെ നേരം ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. എത്ര നേരമാണ് ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക? നീ ആലോചിക്കേ, 2-3 മണിക്കൂർ ഇങ്ങനെ പിടിച്ചിരിക്കുക. ഇതിനെ കൊണ്ട് പറ്റുമോ? അമ്പത്തിയെട്ട് മിനിറ്റായി. 58 പറഞ്ഞത് 58. ആ വണ്ടി നമ്പർ പൊളിയാട്ടോ, നോക്കി.
KL17 0002 കൊള്ളാലോ. താറ്, ബ്ലാക്ക് താർ അല്ലേ? നമുക്ക് കൊണ്ടാ ഒരു താറ്. എനിക്കറിയാം. ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലായി. അതൊന്ന് കാണാനുള്ള ബഡാ ഗാഡി. ബഡാ ഗാഡിയാ KL 66D 1875 BYD നമ്പർ സൈഡ് ഒതുക്കി തന്നിരിക്കുകയാണ് റോബിൻ ബസിന് വേണ്ടി. വണ്ടി കയറി പോണു. അത് കൊതിപ്പിച്ചു. പക്ഷെ രസമുണ്ടോ കളർ കാണാല്ലേ? ഇവിടെ എത്ര കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്ന് ഇതിന്. ഇലക്ട്രിക് വണ്ടിയാ. പുള്ളി സൈഡ് മാറ്റി തരികയാണ്. താങ്ക് യു മുത്ത. താങ്ക് യു. ഇവിടെ വല്ല സ്പീഡ് പോകട്ടോ. ഇലക്ട്രിക് വണ്ടിയാണോ പോയി? പൊളി വണ്ടിയാ. നമ്മളെ കയറിപ്പോൻ വേണ്ടി സൈഡ് തരിക. അയ്യോ പൊളിയാണ്. ഇലക്ട്രിക് വണ്ടി ആയണ്ടേ. BYD ചൈന കമ്പനിയാ. പക്ഷെ ഭയങ്കര ഇതാ. 650 കിലോമീറ്റർ പോകാൻ പറ്റും. 10-30 ലക്ഷം രൂപ വിലയാ. പക്ഷെ ഒരു കാര്യം ചെയ്യാം, വണ്ടി വിളിച്ചിട്ട് ആ ചേട്ടനോട് വണ്ടി നമ്മുടെ വണ്ടി കെട്ടി വിളിച്ചിട്ട് എത്ര രൂപ ഡീസലാവോ അല്ലേ? ഒരു വണ്ടി പോരാ. അല്ല ഭയങ്കര പവറാവോ? 650 രൂപ കിലോമീറ്റർ എന്ന് പറഞ്ഞ ചില്ലറ കളിയാണോ? എത്ര നേരം കാറ് താത്തു വെക്കാനെ. കിയ കൊറിയൻ കമ്പനി കേട്ടോ. കൊറിയൻ കമ്പനി. ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചു. ഈ വണ്ടി അടിപൊളി വണ്ടി കേട്ടോ. സബൈൻ ഹോസ്പിറ്റൽ. അയ്യോ ഫ്രം പെരുന്നാട്ടിൽ. പെരുന്നാട്ടിൽ നമ്മൾ ചങ്ക് കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, ഞങ്ങൾ പെരുമ്പാവൂരിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങളിങ്ങനെ മൂവാറ്റുപുഴയുടെ മണ്ണിലേക്ക് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി, നല്ല രസമുണ്ടോ കളർ കാണാൻ അല്ലേ? ഏട്ടല്ലേ ബ്ലൂ കളർ അല്ലേ? ഒരു വെറൈറ്റി കളർ അല്ലേ? ബ്ലൂ എന്ന് പറയാം. ബ്ലൂം അല്ലേ? ബ്ലൂ അല്ല, ബ്ലൂം. സെന്റ് ഓഫ് ഫ്രഷ് അല്ല, സെന്റ് ഓഫ് ഫ്രഷ് അല്ലോ നമ്മുടെ സെന്റ് ഓഫ് ഫ്രഷിന്റെ ബ്ലൂം. നല്ല രസമുള്ള വണ്ടി കാണാൻ. അത് വലിയ ഡിസ്പ്ലേ ഒക്കെ കേട്ടോ. ഭയങ്കര പവറാ. കൊറിയൻ കമ്പനി. ജോജി തങ്കച്ചൻ ഫ്രം ചിറ്റാർ. എന്റെ നാട്ടുകാരനോ? അയ്യോ ഗായ്സ്, എന്റെ നാട്ടിൽ ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്നുണ്ട് 2020 എന്ന് പറഞ്ഞ്. എന്തുവായി കാണുവാവോ? വമ്പം പരിപാടിയാണ് നടക്കുന്നത്. പക്ഷേ എന്റെ നാട്ടിലൊന്നും പോകാൻ പറ്റുമായിരുന്നു. ഡിഫൻഡർ ആടെ പോത്തെ. അങ്ങനെ ഇവിടെ ഒരു പ്രത്യേകം ഉണ്ട് കേട്ടോ അളിയാ. ഇവിടെ മീൻ മാർക്കറ്റാ. രാവിലെ ഇതിലെ പോയ മണം വല്ലതും ഉണ്ടോ? മൊത്തം ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കിയിടുന്ന സ്ഥലം കേട്ടോ മീൻ മാർക്കറ്റ്. കേട്ടോ നോക്കി. പോളി വൈബ്. ഏട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. അല്ലതാണ് എല്ലാവരും ഇരിപ്പുണ്ട്. എല്ലാവരും കണ്ടാ എല്ലാം നിറഞ്ഞു പിടിച്ചിരിക്കുക. ഇവിടെ ഒരു സ്മെല്ലായിട്ട് ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കൈ കാണിക്കുന്നുണ്ട്. കൈ കാണി. അതാണ്. അതിന് പിള്ളേരെ കണ്ണ് കൈ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ വമ്പം മാർക്കറ്റാ. മീൻ മാർക്കറ്റാണ്. എന്തോ